നിസാറിനെ. നാളെ നമ്മളെ ചിന്ന ബോസിന് ലീവില്ല. ആസേലിക്ക് ആസിന് പൂരി വെച്ചാണെങ്കിൽ പോരാക്കാൻ പറ്റില്ല വിചാരിച്ചാണ് പോന്നെ. എന്താ കാട്ടുക അവിടെ ഗൂഡല്ലൂർ ടൗണിലല്ല ഹോട്ടലും ചോറിലെ പള്ളി ഉണ്ടോ? ഉമ്മണ്ടവിടെ തുറക്കാൻ സാധനങ്ങൾ കൊണ്ടുവന്നോളാം തന്നെ അവിടെ തുക തുറക്കാന് അത്ര കണക്ക് കയറിയൊക്കെ എന്നാണ് ഇവനെ ഞങ്ങള് നിലമ്പൂര് എത്തി. വടപ്പുറം ഞങ്ങളെത്തണം പക്ഷെ നമ്മളെത്തണം ഓനെത്തണം. ഏതാ മോനെ ഇതോടെ ഡൽഹിയോ? മുബാറക് അതിനാണ് കായ് കശ്മീർ അതിനാ കായ് ചെങ്ങനെ പ്രൊഫൈലേ കാണിച്ചില്ല. അതിനാ കായ് കശ്മീർ ക്യാമ്പ് ചോദിച്ചിട്ടൊക്കെ എടുക്കണം കേട്ടോ. ഇതെപ്പോഴും ഇങ്ങനെ എന്റെ ഫേസ് കാണിക്കാൻ പറ്റില്ല. എന്റെ ചാനലില് വ്ലോഗ് എപ്പോഴും എന്നെ കാണിക്കരുത്. എപ്പോഴും എന്നെ കാണിക്കരുത്. നിങ്ങൾ ഫെയിം ആണ്ടേ? എത്ര നേരം ഞങ്ങളെ കാണിച്ചു പോയി. എന്താണ് നമ്മടെ പുളിസു നാലാളെ അറിയണ്ടേ? അറിയടാ നിന്നെ. താൽക്കണി ഊരി കൊടുത്താ തേങ്ങാന്റെ തലച്ച് മുമ്പൊക്കെ കാണില്ല എങ്ങനെ ജോജാണ് താന്നു തുറന്നോ? ഇത് മുമ്പൊക്കെ അത് കാണില്ല. അത് ഒഴിവാക്കി ഇറങ്ങി കൊടുത്താ മുമ്പൊക്കെ കൊറേ എ സി ഉണ്ടാവും. എ സിന്റെ തണുപ്പറ്റില്ല. എന്റെ അവിടെ ക്ലോസ് ചെയ്ത ഇത് ഞങ്ങളെവിടെ ടൗസറിന്റെ ഉള്ളിലൊക്കെ ക്ലോസ് ചെയ്യണ്ടേ? എ സി ഓണാക്കല്ലേ? ഇത് ഓഫ് ആക്കി എത്തിനാണ് എ സി. ഇജ് പണ്ടുണ്ടായില്ലോ തുണി മാടുക്കുത്തിയാണ്ട് ഇതിനുള്ള നിന്ന് തുണിയല്ലല്ലോ ഫാൻ്റെ അല്ലേ? മുഖത്തേക്ക് അടിക്കണതേ. തുണിയാകുമ്പോ തുണിമക്കാകുമ്പോ നല്ല തണുപ്പുണ്ടോ? ഇത് ഫാനുമൊക്കെ എന്തായി കാട്ടിച്ചാക്കുമ്പക്ക് ഫാന് മൊത്തം നടക്കുന്നുണ്ട്. ഇതിന്റേതാകുമ്പോ എന്താണ് വൈൽഡ് ഓട്ടോ അമേരിക്ക. അയാൾ അമേരിക്ക പോയപ്പോ കൊടുന്ന പതാകയാണ്. അതാണല്ലേ വണ്ടിന്റെ സ്റ്റിയറിംഗോ ചെങ്ങാഴ്ചയുടെ കച്ചവടം 2 കിലോ എങ്ങനെയാണ് കാണിക്കണേ? ഡിസൈൻ മുതലുണ്ട്. സ്കില്ലുണ്ട് ബിസിനസ് എന്ന് പറഞ്ഞ സ്കില്ലാണ്. പാർട്ണർഷിപ്പ് അല്ല ഗൈസ്, അൺപെയ്ഡ് പ്രൊമോഷൻ ബൈ മുസ്തു. നമ്മള് പൈസ ആര് പോയാലും എടാ ജ്യോതിന്റെ പടി നിലമ്പൂര് ജ്യോതിപ്പടി കുട്ടികളെ സ്കൂളിൽ വരുന്നേ വേണ്ട വല്ലതും വരും. അന്തമയം കുട്ടി അതല്ലടാ പറഞ്ഞേ കോസ്റ്റ്യൂം ഇട്ട കുട്ടി. അപ്പൊ നിലമ്പൂരിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലല്ല പയ്യാന അമൽ കോളേജിലെ 3 കാലം 3 വർഷക്കാലം അതില് വെള്ളിയാഴ്ച ഒഴിവാക്കാം. അതില് 2 കൊല്ലം പോയിക്കണാവോ എന്നാലും ഇവിടെ പല കളികളും നടന്നിട്ടുണ്ട്. റോഡ് കുശാലായില്ലേ? കളികള് ഫുട്ബോള് ക്രിക്കറ്റ്. കോളേജിൽ പോയിന്റ് എത്തിനാ എല്ലാരും മനസ്സിലാക്കി. യൂണിവേഴ്സിറ്റിക്ക് ഒരു വേൾഡ് കപ്പ് ഫൈനൽ ഫസ്റ്റ് കളി അർജന്റീന 2022 വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ഫസ്റ്റ് കളി സൗദി അറേബ്യനായിട്ട് കാണാൻ വേണ്ടിട്ട് ക്ലാസ് എക്സാമിന് പോയിക്കാണ്ട് ഓൻ എന്താക്കി ഇറങ്ങി പോന്നു. കാര്യം ഓൻ ഇറങ്ങി പോന്നു. ആ കളി തോറ്റു. ഞാൻ പറയട്ടെ അതിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞ എക്സാമും പൊട്ടി അർജന്റീനയും പൊട്ടി. അതായത് ഫയ്യാന്റെ ആ ഒരു ത്യാഗം കൊണ്ട് മെസ്സിക്ക് ഭയങ്കര മെസ്സിക്ക് വിഷമായിട്ട്
മെസ്സി എല്ലാരോടും പറഞ്ഞെന്ത് ഇത് അർജന്റീന ഫാൻസ് ഓരോരുത്തർക്ക് ഓരോ കഥ. അസീബിനോട് വേറെ കഥ പറയും. ഓനെ തേക്ക കഥ പറയും. എനിക്ക് പിന്നെ അറിയണോ ഇത് മെസ്സി നിങ്ങൾ പറയും എന്ത് ഇത് റിഗഡാണ് റിഗഡാണെന്നൊക്കെ പറയും. പക്ഷെ ഇത് നമുക്കുള്ളത് തന്നെയാണ്. റിഗഡാണ്. നിങ്ങളത് പറയും. പക്ഷെ ഇത് നമുക്കുള്ളതാണ്. അടുത്തുള്ളത് ഞങ്ങൾക്ക് വേണ്ട. ഇന്റെ ഇപ്പത്തെ അഭിപ്രായം ആത്മാർത്ഥപരമായിട്ടുള്ള അഭിപ്രായം അണ്ണനൊരു വേൾഡ് കപ്പ് കൊടുക്കണം. മുന്നത്തൊരു കപ്പ് കൂടിയും കിട്ടാൻ ഞങ്ങൾ അങ്ങ് വിരമിച്ചോളാം അതാണ് പറഞ്ഞു ചെയ്യുന്നിട്ട് വിരമിക്കൂല. അങ്ങനെ പോകും മറ്റെന്താണ് ചെയ്യണ്ട്. ഞങ്ങൾക്കൊന്നും വേണ്ട. അണ്ണന് കൊടുത്താൽ മതി. അണ്ണനാകെ സങ്കടകരമായി ഇറങ്ങി പോയിക്കണേ. നെയ്മറിന് കൊടുക്കണം. നെയ്മറില്ല. അണ്ണൻ പാവം. ഇങ്ങളെന്നെ അങ്ങക്ക് പോന്നോ നടക്കൂ. എന്താ ചെയ്യാ ക്രിസ്തുവിനൊന്നും പറയാനില്ല. നമ്മളെ ടീം ഇതല്ല. ഇന്ത്യ നമ്മളെ ടീം ഇന്ത്യ. ഇന്ത്യ എന്റെ മഹാരാജ്യത്തെ അതിസുന്ദരമായ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു ഗ്രാമവാസിയാണ് ഞാൻ. എന്റെ പൊന്നു സഹോദരന്മാരെ സഹോദരികളെ നിങ്ങൾ എന്റെ വയല് കേക്കുവിൻ. ആ വെത്തക്കൻ്റെ ഉള്ളിൽ എങ്ങനെ കുരുണ്ടായതറിയോ? വെത്തക്കൻ്റെ ഉള്ളിൽ കുരുണ്ടായത് വെത്തക്ക കുരു കുഴിച്ചിട്ടിട്ടാണ്. എന്തുകൊണ്ടാണ് വെത്തക്കൊക്കെ ചുവപ്പ് നിറന്നറിയോ? ഞാൻ പെയിന്റ് അടിച്ചിട്ടല്ല, അതിന്റെ പുറംഭാഗം പച്ചയായപ്പോൾ ഉൾഭാഗം ചോത്തതാണ്. നമ്മളെ പുറംഭാഗം പച്ചാവാത്ത നമ്മളെ ഉള്ളിൽ ചോപ്പല്ലേ? ഇപ്പൊ പച്ചയായിട്ടാണ് പുറത്തായില്ലേ പച്ച. നമ്മളെ ഉള്ളില് ചോരയും ഇതൊക്കെ ആയിക്കാണ്ട് ചോപ്താണ്ടിക്കല്ലേ. അപ്പൊ നമ്മളെ പുറം പച്ചാവട്ടെ. പച്ചർച്ചിന്നല്ല പറയാ, പച്ചർച്ചിന്ന് പറഞ്ഞാൽ അല്ലല്ല ചോര. അത് ഉണ്ടല്ലോ. ബത്തൊക്കെ ചീഞ്ഞാ ഉള്ളെന്ന് എന്താ വരാ? ബത്തൊക്കെ ചീഞ്ഞാ ഉള്ളെന്ന് എന്താ വരാ? ജലം വരൂല. അതേപോലെ തന്നെയാണ് ബത്തൊക്കെ ചീഞ്ഞാ അതിന്റെ ഉള്ളിൽ നീര് വരും. കുതിര അറിയാം എനിക്ക് വെള്ള ആ ചീഞ്ഞ ബത്തൊക്കെ കാണണം ചെയ്. എന്തെങ്കിലും ഒരു ബത്തൊക്കെ അങ്ങ് പോയിട്ടല്ലേ? നല്ല മനസ്സുള്ള ആൾക്കാര് ബത്തൊക്കെ എടുത്ത ചെയ്യൂല. അത് അങ്ങനല്ല. ചെറിയ ചീച്ചിലുണ്ടാകുമ്പോ അവിടെ വേറെ ചീന്റെ ആവശ്യമല്ല. രണ്ട് ചീഞ്ഞതാകുമ്പോ ആകെ നാട്ട കേസാവും. ഏതെങ്കിലും ഒന്ന് ചീഞ്ഞാ മതി. ഓൺക്കുള്ള വിജയം തന്നെ ഇട്ട. എനിക്ക് ആരും തരണ്ട വിജയം, ഞാൻ തന്നെ ഇട്ടോണ്ട് തന്നെ. അല്ല ഒന്ന് ചീഞ്ഞ ഒന്നിന് വളാവില്ലേ? ഒന്ന് അത് വളം ചാക്കറൊന്ന് ചീഞ്ഞ മെസ്സിനെ പറഞ്ഞപ്പോ എന്തൊക്കെയാ ആ തൊള്ളക്കോട് പോയി. ഓനെ നിലപാടോ പോലീസുകാര് ക്യാമറ എടുക്കും. കേക്ക് ജാം ജൂം അല്ല ഇടക്കരയും ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇതിലുണ്ടാവില്ലേ കുറിച്ചാ മതി. നമ്മളിവിടെ എന്താ മറ്റേ സിധുവിന്റെ എന്താ കുറച്ചുണ്ട് പ്ലം കേക്ക് അല്ലേ? പ്ലം കേക്ക് നമ്മൾ മുറിച്ചത്. മെയിനാരോ പോകണ്ടല്ലേ? അതാണ് മറ്റോടത്തൊക്കെ ആളൊക്കെ ഉണ്ടല്ലോ. വെറുതെ ഇട്ടൂല അതൊന്നും പരസ്യം. അതന്നെ ഫ്രീ പരസ്യം. ഫ്രീ പരസ്യം കൊടുക്കാണ്. അതില് 100 ആൾക്കാർ കാണുള്ളൂ. 400 ആൾക്ക് 100 ആൾക്കാർ കാണുന്നുണ്ട്. ആ 100 ആൾക്കാർ പോയി ഷോപ്പിംഗ് എടുക്കൂലേ? ചിന്തിക്കണ്ട പയ്യാനെ. നിലമ്പൂർ എത്ര ആൾക്കാരുണ്ട്? നിലമ്പൂർ സബ്സ്ക്രൈബേഴ്സ് ഒരു ലൈക്ക് അടിക്കോ, ഒരു കമന്റ് ചെയ്യോ, കമന്റ് ചെയ്യോ. ആർക്കാണ് പവർ കാണട്ടെ? മാറില്ല. നിലമ്പൂർ മഞ്ചേരി പൂക്കോട്ട് അതില് പള്ളിമുക്ക് മാത്രം വരും. ഇത് കിട്ടാൻ വേണ്ടി ഇപ്പൊ ഈ വീഡിയോ ലെങ്ത് മൊത്തം കാണണ്ടോല്. ഇത് മാത്രം ഇട്ടെടുത്തൂടെ? ഏതാ പോലെ എല്ലാം കൂടി ചേർക്കല്ലേ? ഏത് കാലഘട്ടത്തിൽ ജീവിക്കണേ? വീഡിയോന്റെ ലെങ്ത് മറക്കണം. അല്ല നമുക്ക് 4 വീഡിയോ ആക്കിട്ടേ. ഇവിടെ പലരെയും കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് പയ്യാൻ.
ഒരു കാലം കാലമേ പോയിടാ വണ്ടിയില് നേടിടാം നമ്മള് അല്ലെ നീ ഇരിക്കുന്നത് പോലെ സീറ്റ് നമ്മളെല്ലാം ഇരുന്നിരുന്ന് നമ്മളല്ലായിരുന്നു. ഇവിടെ ഞാനല്ല അറിഞ്ഞില്ല, സെലികുമാർ അറിയില്ല. ഞാൻ ഇങ്ങനെയൊന്നും അല്ല, ഞാൻ വേറെ എവിടെയോ ജനിക്കേണ്ടവനായിരുന്നു. ഇതിലട്ടിട്ടൂട്ടി പോയ ആളാണ് പയ്യൻ. അങ്ങനെ എത്ര പിള്ളേര് കുട്ടിക്കില്ല ദേവാലയം പോയിക്കണേ. ഇത് റബ്ബറാണ് നിനക്ക് വേണ്ടത്. നമ്മളെ റബ്ബറെ നമ്മുടെ ഷീറ്റ് റബ്ബർ ഷീറ്റ് പറയോ. ഈ പോലീസുകാരൊക്കെ ചെറിയ കളിയാണല്ലോ. ആരോ പേരുണ്ടോന്നുണ്ടോ? ആരാ ആരണോ ചെക്ക് ചെയ്യണുണ്ടല്ലോ. അതിന്റെ സംഭവം എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്? റബ്ബർ ഷീറ്റ് ഷീറ്റിനനുസരിച്ച് ഷീറ്റിനനുസരിച്ച് തൂക്കല്ലേ? തൂക്കം. ഓക്കെ. തൂക്കത്തിന് എങ്ങനെ ഏകദേശം അറിയും? അറിയത്തില്ലടാ. നമ്മളവിടെ നല്ല സംഭവമാണോ? റബ്ബർ സംഭവം മെനക്കെട്ടാ നല്ല ലാഭമുള്ള പരിപാടിയാ. ബർത്ത്ഡേ പോയി വിളിക്കുന്നു. ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് വയലമുണ്ടോ എന്താണ്? വെളിയംതോട്. ചന്തക്കൊന്നും വരും. അല്ല, ഞങ്ങളവിടെ എത്തുവോ അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. ഹരഹര മഹാദേവോ ഇവിടെ കേട്ടോ. ഗൂഡലൂരുണ്ടോ? ഗൂഡലൂരോടല്ലേ? ബത്തേരി ഉണ്ടാവില്ലേ? ബത്തേരിക്ക് കൂടെ ഉമ്മാനോട് പെരി ഉണ്ടാക്കണ്ട പറഞ്ഞാൽ അമ്മാക്കുള്ള ഞങ്ങള് കൊണ്ടുവരാ. ആ പ്രശ്നമുള്ള കാര്യമില്ല. ഞങ്ങളവിടെ എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മാക്കുള്ളും കൊണ്ടുവരും ഞങ്ങളുടെ ടൈമിങ്ങളില്. ചന്തക്കുഞ്ഞ് കഴിഞ്ഞു. ചന്തക്കുന്ന് കഴിഞ്ഞു. അതിന്റെ ഞാൻ ഇങ്ങനെ ആലോചിച്ചായില്ല. ഞാൻ പയ്യനോട് പറഞ്ഞത്. ഓക്കെ. അല്ല, അവിടെ ഗൂഡല്ലൂര് പോയാൽ നമുക്ക് കിട്ടൂല. അവിടെ ഷോപ്പും അങ്ങനത്തെ ഫുഡ് കണക്കാറേ. ശരിയാണ്. റിസ്ക് എടുക്കണമെന്നല്ലേ. അല്ല, നമ്മളെ വെറുതെ കുറച്ച് പോവാലോ. നീലഗിരി അല്ലേ? അങ്ങനെ നീലഗിരി നടത്താണ്. പക്ഷെ നമ്മൾ ദേവല പോയാലോ? പക്ഷെ എനിക്കറിയില്ല. സവാദേ നോക്കാം. ഞങ്ങൾ ഇവിടെ പറ്റാൻ നോക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെ ചെയ്യാം. ബുക്ക് ചെയ്യുന്നു വേണ്ടല്ലോ. അതെന്ത് പോയാൽ മതിയില്ലേ? തൈര് വട. തൈര് സാധനം കിട്ടോ? ഷിബിലിക്കൊരു തൈര് സാധം, പയ്യാനൊരു 2 തൈര് വട. അതെന്താ ചെയ്യാ? പയ്യാൻ ഏതെങ്കിലും ഒരു വട മതി. വട കിട്ടിയാ മതി, വട ആയാ മതി. എണ്ണക്കാട്ടി എന്താ വാങ്ങല? ഫ്രൂട്ട്സ് ഇവിടുന്ന് വാങ്ങില്ലല്ലേ? എവിടുന്ന് വാങ്ങണ്ടേ? ഓക്കെ. അല്ല, ഫ്രൂട്ട്സ് ഏതായാലും ഞങ്ങൾ വാങ്ങാൻ വിചാരിച്ചേ. ഫ്രൂട്ട്സ്, സ്നാക്സ്, ജ്യൂസിനുള്ള സാധനം ഞങ്ങൾ കൊണ്ടുവരാം. ജ്യൂസിനുള്ള സാധനം കൊണ്ടുവരും. ജ്യൂസിനുള്ള മറ്റേ ഇളനീർ ജ്യൂസ്. ഞങ്ങൾ അങ്ങനെ കാട്ടാം. നമുക്ക് ഫുഡ് എന്നിട്ടേ മട്ടൻ പോലെ എന്താ ചെയ്യാം. ഓക്കെ ഓക്കെ. ടൈം 4 മണി. എന്നാലേ നിസ്കരിച്ചോണ്ട് പോട്ടെ നമുക്ക്. പള്ളിയുണ്ടാ? ബാങ്ക് കൊടുത്തോ? ബാങ്ക് കൊടുത്തില്ലല്ലോ. കൊടുക്കാനാണോ? ഇല്ല, 4 മണിക്കല്ലേ? 4 മണിക്ക് കുറഞ്ഞില്ലേ? എന്താ ചെയ്യണ്ടേ? 2 ഓപ്ഷനാ പറഞ്ഞേ. അതല്ല പറഞ്ഞ കേക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളുമായി പോവാ. അതൊക്കെ രാത്രിക്ക് ഫുഡിന് ഇനി അവിടെ കേറണോ അല്ല നിങ്ങൾ ഇവിടുന്ന് സാധനം വാങ്ങി പോരണോ? നല്ലത് പെടണ്ടാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതാ പറഞ്ഞത്. അല്ലാതെ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്.
അൽഫാം എന്തേലും വാങ്ങി പോന്നാൽ മതി. അവിടെ നമുക്ക് ചപ്പാത്തിയോ കാര്യങ്ങൾ എന്താ അവിടുന്ന് കിട്ടും, അത് വേണമെങ്കിൽ വാങ്ങാം. അല്ല ഞാൻ പറഞ്ഞു നമ്മള് വാങ്ങണേ വാങ്ങാൻ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോകണം. അവിടെ കൂടുതലൊരു ടൗൺ പോയൊക്കെ വരും പറയാം. 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാ ചെയ്യാം. എല്ലാരും വെറുതെ കുറ്റം പറഞ്ഞ കാര്യം നമ്മളൊരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ അത് പറയില്ല. പറയില്ലല്ലോ. എന്തേ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ പറയൂ. അല്ല പറയണ്ടേ, എന്തിന് വെറുതെ എന്തേ പറയാൻ വേണ്ടേ? മമ്മി വിളിക്കുന്നു മിണ്ടല്ലേ. ഹലോ, ഞാനൊരു നോമ്പറിക്ക് പോയി. ചാവി അവിടെ ബാക്കിൽ വെച്ചേക്കണേ. ക്ലാസ് കഴിഞ്ഞത് ക്ലാസ് ഇതിലുണ്ട്, ഷൂവിലുണ്ട്. എവിടേക്കാ പോയിക്കണെന്ന് പറയാൻ ചില പറഞ്ഞാട്ടോ മമ്മി ചൂടാവും, വീഡിയോ കാണുമ്പോ ചൂടാവും. ഓക്കെ, ഞാൻ പുലർച്ചെ എത്തുള്ളാ. ഞാൻ ബാക്കി പിന്നെ പിന്നെ രാത്രി മറ്റേതെന്താ നോമ്പർക്കാ ഞങ്ങള് ഇവിടെ ഇങ്ങോട്ട് സവാരി എടുത്തിക്കാണ്ട് വെച്ചിട്ട് അല്ല ഇപ്പൊ തുറയുള്ളൂ. അപ്പൊ തുറന്റെ സമയം വരെ ഓക്കെ. അല്ല, ആ തുറ കഴിഞ്ഞ് ഞങ്ങള് വെള്ളം കുടിക്കാൻ വേണ്ടി വല്ല നിലമ്പൂർക്ക് പോയിക്കാണ്. അപ്പൊ ആ നിലമ്പൂർക്ക് ടൈം കൂടി കിട്ടിയല്ലോ അല്ലേ? പണ്ട് നമ്മള് നിലമ്പൂർക്ക് ഊട്ടി പോയില്ലേ? നിലമ്പൂർക്കല്ലേ, മഞ്ചേരിക്ക് ചട്ടെടുക്കാൻ പോന്നാ. മഞ്ചേരിക്ക് ചട്ടെടുക്കാൻ എന്താ സിധുവിന്റെ കുടുംബക്കാരൻ സിധുവിന്റെ കുടുംബക്കാരനെ വരിക്കോ? ആകെ ഞാൻ മാത്രമേ പേരെ പറഞ്ഞിട്ടുള്ളൂ ഊട്ടി എന്നുള്ളത്. സൂസൈഡ് ഒന്ന് പഠിച്ച നമ്പറാനെ മറ്റേ പോലീസുകാരെ വൈത്താരം കൂടിയിട്ട് വെറുതെ ചെയ്തേ പൈസ. അന്നാണ് എല്ലാവരും കൈയാട്ടി ചെയ്തോളൂ പണ്ടാറങ്ങളെ. എന്തോ ഭാഗ്യത്തിന് ആ ട്രാഫിക്കാരൻ വെറുതെ മറ്റേ എന്തിനോട് എഴുതി തന്നു. അത് പിന്നെ എല്ലായിടത്തും ഇങ്ങനെ മറ്റേ ഇതായിട്ട് ആ അല്ല പിന്നെ അതങ്ങനെ കാണിച്ചു കൊടുക്കല്ലേ. ലോങ് പോകുമ്പോ വണ്ടി കാറ്റിറക്കണ്ടേ, എണ്ണിറക്കണ്ടേ? അതൊക്കെ എന്റെ ഉത്തരവാദിത്തല്ല. അജിത്ത് ഇങ്ങനെ നോക്കട്ടെ, ലോങ് ശ്രദ്ധിക്കണ്ട ലോങ് ആണോ? ലോങ് എന്ന് പറഞ്ഞാ 20 കിലോമീറ്റർ മേൽക്കായ ലോങ്. സാധാരണ നമ്മൾ ചാടിക്കാൻ പോകുന്ന സ്ഥലമുള്ളത് ചായ നമ്മള് ജ്യൂസ് കുടിച്ചാൽ വന്നില്ല ഇങ്ങട്ടെ. ചായക്ക് 10 റുപ്യ ഉള്ളൂ, ജ്യൂസിന് 50 റുപ്യ. അല്ലാ, ഞാൻ എപ്പോഴും ഓർക്കണേ അന്ന് കോഴിക്കോട് അന്ന് നമ്മളെന്താ പോയില്ലേ പപ്പുന്റെ അടുത്തേക്കാണ് പോയിക്കാണ്ട് ഞാൻ വണ്ടിമ്മ കുത്തർന്ന് ഇറങ്ങി. ആ ചിക്കർ ഉണ്ടല്ലോ മറ്റേ ചാക്കര വെള്ള ചായ അടിച്ചു. ഞാൻ ചെത്ത വേണ്ടായിരുന്നു. അന്നിപ്പോ വെറുതെ പോയത് പപ്പന്റെ റൂം കാണാൻ പോയത്. എന്നിട്ടോ ആ റൂമിനവിടെ അവിടെ 2 നിന്നിണ്ടാവും. വയനാട് പോയ വീഡിയോ ഒഴിവാക്കിയത് ഏത് മറ്റേത് ബൈക്കുമ്പോ പോയതോ? അല്ലാ, അത് നമ്മൾ കൊറേ കഥ ഇഷ്ടം പോലെ കഥ. ഞാനും പുസ്തകം റൂട്ട് മാറി അല്ലേ? അത് പൊളി വൈബല്ലേ പുസ്തക രാത്രി. ലൈറ്റ് കൂടി ഇല്ല. ഫുള്ള് പൊളിയായില്ലേ? എത്തവിടെ പോലീസുകാരെ നോക്കിയാ എല്ലായിടത്തും പോലീസ്. കണ്ണടച്ചിട്ട പോലീസുകാരൻ. ബത്തക്ക എടാ ഇവിടെ 14 റുപ്യ, നാട്ടില് 12 ഉള്ളൂ. ഉയരം കൂടുന്തോറും ടാറ്റ കൊടുക്കണ അയാള് ആളേതാ പോലീസുകാരൻ ടാറ്റ കൊടുക്കണ? ആർക്കറിയാം, സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി വ്ളോഗിലുണ്ടാവും ഇയാള്. അതേ കാരല്ലേ? കണ്ടല്ല പരിചയമുണ്ടല്ലോ ആത്മീയക്കാരൻ. ആ അതെ സ്കൂളല്ലേ തല്ലുണ്ടാകാൻ വലത്ത് ഭാഗത്തൊക്കെ നോക്കിയാൽ ഇടത്ത് ഭാഗത്ത് കാണാം. ചുങ്കത്തറ പള്ളിപ്പടി കേട്ടോ. ചുങ്കത്തറ പള്ളിപ്പടിയാ? പഞ്ചായത്ത് STP എടാ MSF ഉണ്ടാ? കുട്ടികളത് അതല്ല, ഇപ്പൊ ക്യാമറ അങ്ങോട്ട് തിരിച്ചുമ്പോഴേ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ബസ് എടുത്തീനെ. എവിടെ? ഏത് ബസ്? ഞങ്ങൾ വൃദ്ധരെയും കൊണ്ടുവന്നു. വൃദ്ധരല്ലടാ, എന്താടാ വയോജന. എന്താ ചാക്കര എന്ന് പറഞ്ഞ അങ്ങോട്ട് അവഗണിക്കവരെ എന്താ ചെയ്യവൻ? രണ്ടിനും പ്രാസ വ്യത്യാസങ്ങളും ചത്തു പറയണേ അതേപോലെ തന്നെ. സാറിന്റെ ഉപമകളൊക്കെ വരും. സാക്കിന്റെ താടിയാണ് സാക്കിന്റെ താടിയാക്കട്ടെ. അതിനെ പറ്റി പറയണം. അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ താടിനെ പറ്റി പറയുകയാണെങ്കിൽ നീട്ടിക്കൊണ്ട കുഞ്ഞിമാക്കാന്റെ പേര് ഇത്രയും താടുള്ള വേറെ ചെക്കനില്ല, വേറെ ആരുമില്ല. നമുക്ക് അഭിമാനിക്കാം. നമുക്കത് അഭിമാനിക്കാവുന്ന നിമിഷം. നിങ്ങളിത് കാണുക, സാക്കിറിന്റെ താടി നോക്ക് നോക്ക് മക്കളെ നോക്ക്, സാക്കിറിന്റെ താടി. സാബിന് താടില്ല, താടില്ല, സാക്കിറില്ല, സാബിബ് അങ്ങനെയാണ് പോകേണ്ടത്. ഇനിയിപ്പോ ഒന്ന് താഴെ അതിന് ഇതിലാറുണ്ടായിരുന്നു. അപ്പൊ താടി
മീശ വിരിച്ച താടിക്കാർ മീശ മീശ പിടിച്ച താടിക്കാരോ അയല്ലേ മീശ വരെ പിരിച്ചോക്കട്ടെ ഞങ്ങള് താടിക്കാരൻ ആര് അല്ല ഇപ്പത്തെ കുട്ടികളെ ഒരവസ്ഥ ഇപ്പത്തെ കുട്ടിയുടെ അവസ്ഥ എന്താണ്? അല്ല ചെറിയ എന്തെങ്കിലും പ്രശ്നത്തിനൊക്കെ കത്തിക്കുത്തും അടാ അപ്പൊ നേക്കല്ലേ കത്തിക്കുത്തൊക്കെ നേക്കടപ്പേ അത് മറ്റേ പണ്ടൊക്കെ കുത്തിപ്പത്തിനുണ്ടാവുള്ളൂ ഇപ്പൊ പുറത്ത് തുടങ്ങിയെന്നുള്ളൂ. എന്താ ഇപ്പൊ ചെയ്യാ അപ്പൊ അങ്ങനല്ലേ ഒന്നും ചെയ്യല്ല ദുആ ചെയ്യാം. ആ ശാലമാണ് ഞാൻ സേലം കരുതി. സേലം ഇജ്ജ് പലതും കരുതണ്ടോ. അല്ല ഞാൻ ആലോചിച്ചു ഇപ്പത്തെ കുട്ടികളൊക്കെ പറയാൻ പേടി എന്തേലൊക്കെ ഒന്നും പറയരുത് ഇപ്പൊ. അതായത് ഇപ്പൊ നമ്മൾ പള്ളിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ വെറുതെ നാട്ടോട് നടക്കുമ്പോ പോലും നമ്മളെന്തേലും കുട്ടികളെന്തെങ്കിലും കുരുത്തിക്കെട്ടോ എന്തേലൊക്കെ നമ്മളൊക്കെ ചെറിയ പാവുന്നില്ല. ഇന്നിപ്പോ നമ്മള് അതായത് അന്ന് നോക്കാൻ തന്നെ പേടിയാണ്. ഇറ്റകൾ തിരിച്ചു നോക്കിയാണ് നമ്മളെന്തെങ്കിലും കാട്ടുമെന്നുള്ള പേടി. കണ്ണിപ്പിക്കണ്ടേ ഇതാക്കട്ടോ കണ്ണിപ്പിക്കുന്നോട്ടെ ഉറങ്ങല്ലേ അതെ കണ്ണിമ്പി സാക്കരെ എന്റെ പെണ്ണുങ്ങളെ വരട്ടെ ഇവിടെ നിലമ്പുര എത്ര പെണ്ണെട്ടിയാണ് അപ്പൊ? പെണ്ണ് കെട്ടിയതല്ലോ എല്ലാ നാട്ടിലും പോയി കെട്ടിച്ചാ എന്താ സക്കരജി എല്ലാ നാട്ടിലും പെണ്ണ് ഇവിടെ സെവൻസ് ഉണ്ട് എല്ലാരും പോര് ആ കുട്ടികളൊക്കെ അങ്ങോട്ട് സെവൻസ് കളിച്ചാൻ പോവാ. ഓരോ സ്കൂൾ ഗ്രൗണ്ട് അല്ലേ ഞാൻ സെവൻസ് കളിക്കാൻ പോകണ്ടോ. എത്ര ഒരണിക്കൂർ വെക്കാൻ പറ്റുമോ? ഏതാ മസാല ഇത് ഏതാ മസാല? സാക്കറിന്റെ മസാല 14 മണിക്കൂർ വെക്കാം. ഒരു മണിക്കൂർ 14 മണിക്കൂറല്ല 1 മണിക്കൂർ 14 വെക്കണ്ടേ അല്ലേ? കുട്ടികൾ എന്താ പറയണല്ലേ ആസിഫലിക്ക ഒരു മടി ഇപ്പൊ ഈ വീഡിയോ ഒക്കെ പാടാ ഏർപ്പാക്കണ്ടല്ലോ. ചൂടടിച്ചിനെങ്കായ പോത്തേക്ക് ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് പറഞ്ഞ പാലുണ്ടാ 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 അതെന്താന്നോ പാലുണ്ടോ പാലുണ്ടോ വെച്ചു പാലുണ്ടാ പാലുണ്ടാന്നായില്ലേ പാലുണ്ടാ 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 എവിടേക്കാണ് ചങ്ങായി വരുന്നത്? സാക്കിനെ പോലത്തെ ഒരു ചങ്ങായിമാര് വൈക്കടവ് 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 കോട്ടക്കൽ മരുത മരുത മരുതക്കടവ് മരുതക്കടവ് സനമോൾ സനമോൾ സനമോൾ. ഇതാണ് തേക്ക് മ്യൂസിയം. ഇത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസാണ്. ഇപ്പോഴും ഉണ്ടത് അൽനി വെള്ളം ഇതൊക്കെ കരിമ്പ് ജ്യൂസ്. ഇവിടെ നോമ്പറ്റില്ലേ? എടാ എനിക്ക് ഇജ്ജ് നോമ്പറ്റുണ്ടെങ്കിൽ വേറെ യാത്രക്കാർ കുറെ ഉണ്ട്. ആ എല്ലാവർക്കും കൊടുക്കണ്ട അപ്പൊ അത്. ഇപ്പൊ നമ്മള് ഇവിടെ വരെ ബാംഗ്ലൂർ വരെ ഒക്കെ ആണെങ്കിൽ നോമ്പ് തുറക്കണം. യാത്രക്കാർക്ക് നോമ്പ് നിർബന്ധമല്ലോ. എത്ര 50 കിലോമീറ്റർ പോയാൽ നോമ്പ് ഒഴിവാക്കാം. പിന്നെ രാവിലെ നോമ്പ് പറ്റാണ്ട് 50 കിലോമീറ്റർ പേരുന്ന് ഇറങ്ങിയാൽ മതിയല്ലോ. നോമ്പ് നോറ്റി കിട്ടണം. പിന്നെ അതാണ് പറഞ്ഞത്, അല്ലാതെ ഒഴിവാക്കണമെന്നല്ലോ. ഞാനൊക്കെ ജൈന കുഞ്ഞിനെ മസാല ഇറക്കിയാണ് പയ്യാൻ ഫുള്ള് മസാല ഇറക്കും. മോനെ നോമ്പറക്കാൻ പഠിച്ചിട്ടേ പെരീന്ന് പരച്ചക്കാന്ന് വെച്ചാണ്ട് യാത്രാക്ഷീണം കൊണ്ടുള്ള നോമ്പുറിയല്ല ഉണ്ടായത്. അത് ഫുഡ് കഴിക്കാനുള്ള പൂതി കൊണ്ടുള്ള നോമ്പുറി ഉണ്ടായി. ഗ്രൂപ്പ് കിട്ടിയ ഒരു ഏത് മൂലേരി യാത്രക്കാർക്കും രോഗികൾക്കൊന്നും ഏത് മൂലേരി മൂലേര് പറഞ്ഞോട്ടാ. ഈ മൂല്യന്മാരെ അർത്ഥം കേക്കല്ലേ വേറെ എന്താ ചെങ്ങന്മാരെ ബല് പറയണങ്ങൾ കേൾക്കണ്ടോ? ഒരു നോമ്പ് നോൽക്കാൻ മടിച്ചിട്ട് ഈ ഫയ്യാൻ നോമ്പ് നോൽക്കാൻ മടിച്ചിട്ട് എന്തൊക്കെയാ പറയണ്ടോ? ഓന് മസാലകൾ ഓന്റെ സ്വന്തമായിട്ട് മസാല ഉണ്ടാക്കുക. പലിച്ചക്ക് നെയ്യത്ത് വെക്കുക. നെയ്യത്ത് വെച്ചിട്ട് രാവിലെ 6 മണിയാകുമ്പോ വെള്ളം കുടിച്ചാ ഒരു 150 കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ രാവിലെ 6 മണിയാകുമ്പോ വെള്ളം കുടിച്ചു എന്നിട്ട് യാത്ര ചെയ്യാന്നൊക്കെ പറയണത്. എന്തൊക്കെയാ ഇപ്പൊ പറയണത്? ഉള്ളതാണോ പറഞ്ഞ കേട്ടോളി. രാവിലെ 6 മണിക്ക് വെച്ചാണ്ട് വെള്ളം കുടിച്ച യാത്ര ഓന് നോമ്പിന് മസാല ഇറക്കാം. താറാവിക്കോനെ ട്രാക്കാത്താക്കാം.
അതായത് രണ്ടെണ്ണം നിസ്കരിച്ചു. അങ്ങനെയാണ് സംഭവം, അങ്ങനെയാണ്. പിന്നെ വേറെ ഒന്നും കേട്ടോ, നമുക്ക് നിസ്കാരത്തിൽ ഉറക്കം വന്നിട്ട് പിന്നെ ഇമാമ ഓതുന്നത് മനസ്സിലാവണില്ലെങ്കിൽ അതായത് നമ്മള് നിസ്കാരം അവിടുന്ന് ഇറങ്ങി കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഏതാതൊക്കെ പഠിച്ചോതിന്റെ അഭിനൊന്നും കളിയാക്കല്ലോ. പഠിച്ചോതിന്റെ അഭിനൊന്നും കളിയാക്കാൻ പാടില്ല. എള്ള പറഞ്ഞാ അതില് അമിതമാക്കരുത്, വല്ലാത്തുസ്രീഫാണ്. തിന്നോളി കുടിച്ചോളി അമിതമാക്കരുത്. ഉള്ള പറട്ടെ കളിയാക്കരുത് കേട്ടോ. എന്ത് നിസ്കരിക്കാൻ സമയം പിന്നെയുണ്ട്. നമ്മളിപ്പോ ആദ്യം വിശന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം അത് ശരിയാ. ആ വികാരം നമ്മൾ അത് ആലോചിച്ചോണ്ടിരിക്കും. ആ ചിന്ത മാറും, ഭക്ഷണത്തിന്റെ ചിന്ത വരും. അത് ശരിയാ. വേണ്ടിയാ പറഞ്ഞേ. പക്ഷെ ഇല്ലാത്ത സംഭവങ്ങൾ പറയണ്ട. അതിപ്പോ ഇവിടെ വരാൻ കാരണം എന്താ വിശക്കണ്ടോ? ഞാൻ പറയട്ടെ, ഈ സംഭവം ഇതേമാർക്ക് കുറച്ച് മുമ്പ് എടുത്തതാ. അന്നും ഞാൻ ഇതേമാർക്ക് പറഞ്ഞു കൊടുത്തതാ. സംഭവം എന്താ വെച്ചാലേ, പറയുമ്പോ മസാലകൾ പറയുമ്പോ എന്തേലൊക്കെ ഒരു ഹദീസ് എടുത്തിട്ടാണല്ലോ. അപ്പൊ എടുത്തിട്ടാണ് കുലു വശത്ത്. പക്ഷെ അതിന് ബാക്കി അറിഞ്ഞില്ല എന്നുള്ളൂ. തിഞ്ഞപ്പോ പെട്ടെന്ന് നമ്മൾ റൂട്ട് പറയോ? ഇതെവിടെ മുസ്ലിയാരങ്ങാടി? ഇടക്കര കേക്ക് അല്ല, വൈക്കടവ് ഉണ്ടാവില്ല, ചാൻസ് ഇല്ല. ഇടക്കറിന് കേക്കേണ്ടി വരും. കേക്കല്ലേ? അല്ല, ഇവിടെ നിർത്തണ്ട് യാത്ര 1.5 കിലോമീറ്റർ. 1 മണിക്കൂറോ? കേക്കിനൊന്നും പറ്റൂലല്ലോ. ഹാൻഡ് ഓറിങ്ങും സവനെ പിടിച്ചിട്ടുണ്ടോ അറിയില്ല. അവിടെ ഫുള്ള് തണുപ്പായതുകൊണ്ട്. ഊട്ടിയല്ലേ? ഐറ്റംസ് വെക്കണ്ടേ? ഇന്നത്തെ കളി അല്ല, നാളത്തെ കളി എന്താ അർജന്റീന വേഴ്സസ് ബ്രസീൽ. എന്താ എനിക്ക് പറയാനുള്ളത്? സമാധാനൊക്കെയാണ്. നല്ല ക്ഷീണുണ്ട്. നോമ്പ് നോറ്റിക്കണു. അപ്പുറത്ത് പിന്നെ അക്ബർ ട്രാവൽസിന്റെ 2ാമത് പാർട്ട്ണറുണ്ട്. അപ്പൊ നമ്മളെ സാക്കിറക്കാക്ക് കുറച്ച് സക്കാത്തും പൈസക്ക് ആവശ്യമുണ്ട്. ഞാൻ അർഹതപ്പെട്ട ഒരാളല്ല. അർഹതപ്പെട്ടല്ല. അജ് സക്കാത്ത് കൊടുക്കാൻ അർഹതനാണോ? കൊടുക്കാൻ അർഹതയാണോ? അതിന്റെ അടുത്ത് പൈസ പിന്നെ നോണാറുണ്ട്. എവിടെ? അപ്പൊ എനിക്ക് മാങ്ങാനും അറിയില്ല, കൊടുക്കാനും അറിയില്ല. പിന്നെ എന്ത് പെട്ടാജ് കൊടുക്കാൻ നിശ്ചിത കണക്കല്ലേ? ഇടക്കരല്ലേ? എടമഞ്ഞക്കിളികൾ തോളോടെ കിളികളോടെ കേക്ക് വാങ്ങാൻ ഞങ്ങൾ പോകുന്നു കാരമൽ ബേക്കിലേക്ക്. അവിടെ നിന്ന് കേക്ക് വാങ്ങിയിട്ട് പോകണം മക്കളെ. ഞങ്ങളെ സവാദിക്കാൻ്റെ ബർത്ത്ഡേയാണ്. അവൻ ഇന്ന് 25 വയസ്സ് തികയുകയാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ പകുതിയാണ് ഇന്ന് പോകുന്നത്. 25 കൊല്ലമായി അവൻ ഭൂമിയിലോട്ട് വന്നിട്ട്. 25 കൊല്ലമായി. അതെ ഭൂമിക്കൊന്ന് അവിടെ 25 വയസ്സിന്റെ പൗതി. എന്തോ അവിടെ ചങ്ങായി ഇപ്പത്തെ 25 വയസ്സ് പൗതി ആയി. ഇല്ല, ഒരാൾ ഇറങ്ങിയാൽ മതി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അല്ല ചൊറയിച്ചാൻ പോവില്ല. ഇറങ്ങണില്ലേ? അപ്പുറത്തോടെ ഇറങ്ങി. അസുലടാ അസുലിക്കവിടെ ഫാൻ അടിച്ചേക്ക്. ഹലോ സുഖല്ലേ? പോട്ടെ. അല്ല ഞാൻ നിങ്ങളെ ഫോളോ എന്താണ് നേബിയത്തിന് വലിക്കണേ? ഞങ്ങളെ സവാദിക്കാന്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ കേക്ക് അങ്ങ് പോണു. കേക്ക് അത് ഞങ്ങൾ പോകാൻ പറ്റുന്നുണ്ടോ? കേക്ക് കഴിച്ചു നോക്കിയല്ലോ വാങ്ങാം. അത് നമ്മുടെ സാധനമേ ഒന്ന് ടേസ്റ്റ് ഒക്കെ നാം വെച്ചൊക്കെയല്ലേ നോമ്പറിയില്ല. ഒരു പ്രശ്നങ്ങളില്ലാന്ന് പറഞ്ഞത്. കാരമൽ
കാരമൽ എന്ന് പറഞ്ഞാൽ വേറെന്തോ നമ്മളെ ഷിബിലിയും സാക്കിരക്കയാണ് നമ്മളെ വൈക്കാട്ടിയായിട്ട് മുമ്പിലോട്ട് നടക്കുന്നത്. എടാ ഡ്രസ്സ് എടുത്തിട്ടില്ല. 300 രൂപയ്ക്ക് 200 രൂപയ്ക്ക് ഷർട്ട് ഉണ്ട്. ടെസ്ലിന്റെ ഷർട്ട് ഉണ്ട്. ഒരു മണ്ടിക്കാരുടെ ചോറ് വെച്ചാൽ കയറോല്. കാരമൽ ബേക്കേഴ്സ്. ഇത് മറ്റേ വീടാക്കി എടുക്കാം ചോറ് വെച്ചാൽ. നല്ല തണുപ്പുണ്ട്, ഉള്ളിൽ കയറി നല്ല തണുപ്പുണ്ട്. ബ്ലാക്ക് പോയി. കഴിച്ചു നോക്കി വാങ്ങാൻ പറ്റുമോ? അങ്ങനെ കഴിഞ്ഞ കേക്ക് വാങ്ങി ഓർമ്മയില്ലെങ്കിൽ ഉറപ്പാ. കുറ്റൊക്കെ കിട്ടും. ഞാൻ നോമ്പ് കുറിച്ച് കഴിഞ്ഞാൽ അതിന്റെ പകുതി കുറ്റാൻക്കാ. അല്ല എന്താ തെറ്റുകാരനാണ്. പൈസ കൊടുത്തോണ്ട് നോമ്പ് കുറിപ്പിച്ചു ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. സോരിയത്തായ ഒരു ഇബിലീസ് ഉണ്ട് എന്തായാലും ഇവിടെ. ഏതാണ് ഇതോ? ഇതൊക്കെ ഇത്ര മുറിച്ചാ മതി. അല്ല ഇത് മേക്കോ എടാ ഇതിന് ചെറീസ് ഒന്നുള്ളൂ. ഓനോട് കടക്കാരൻ ചോദിച്ചോ കേക്കാണോ ചോദിച്ചു. അത് നോക്കണോ? ഒന്ന് വാങ്ങിക്കോ. ആ ചോദിക്കോടാ. ഏതാ അടിപൊളിയതാ? അങ്ങനെ എന്നാലും അടിപൊളിയല്ലേ? മമ്മൂട്ടി കേക്കും. ഏത്? അതിന്റെ പേരെന്താ? അതിന്റെ മേലെ ബബിൾ കണ്ടില്ല. അതിന്റെ പേര് അങ്ങനെ വന്നത്. നെഡ്സ് പുറത്ത് കണ്ടില്ല. നെറ്റി ബബിൾ എന്തേലൊക്കെ ചെയ്യാം. തൂക്കി വെക്കാന്നില്ല. ആരെന്നെയാണ് അല്ലേ? ആരുണ്ടോ? ആ എന്താ മൂസാക്കാനാണെന്ന് പറഞ്ഞത്. മൂസാക്ക ഞാൻ ഇവിടെ 78 ഗ്രാം കൂടുതലുള്ളൂ. അത് മേലത്തതാടാ. ബോർഡും കൂട്ടിയപ്പോ ആരൊക്കെ ഉണ്ടാവില്ലല്ലോ. എത്ര വില? എത്ര? 500 റൗണ്ട് ചെയ്യാം. അത് മസ്ത് പറയും. എപ്പോഴും ചെയ്യണം. ജീവിതം റോഡ് 2 രൂപ ലാഭം കിട്ടണോ അത് നോക്കണം. കിട്ടില്ലേ? സാധനം അടിപൊളിയാണ്. ഞങ്ങൾക്ക് റെക്കമെൻഡേഷൻ കിട്ടിയോണ്ടോന്ന് ഞങ്ങളിവിടെ വിളിച്ചിട്ട് ഇടയ്ക്ക് പിന്നെ ഇപ്പൊ ഇവിടെ അമല പഠിച്ചേ. നിലമ്പൂർ അമല പഠിച്ചേ. കഥ പിന്നെ അപ്കമിങ് ഡോക്ടറോ?
ആ മെല്ലോടെ അകമ്പാട അകമ്പാടാ. ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചെങ്ങായി വിളിച്ചപ്പോ പറഞ്ഞു ഇവിടെ കേക്ക് അടിപൊളിയാണ് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ ഉള്ള ചെങ്ങായി ഉണ്ട് അവിടെ ക്ലാസ്സിലേ. അതിനാനും അറിയാലോ, നിങ്ങൾക്ക് അറിയോ? ഇവിടെ ഇപ്പോഴും വരലാണ്. അറിയണ്ടോ വെറുതെ എന്നാലും പറഞ്ഞേ ചെക്കൻ സങ്കടം വരണ്ട. എഴുതാൻ പറഞ്ഞതൊക്കെ ഹാപ്പി ബർത്ത്ഡേ സവാദ് സർ. ഇവിടെ അല്ല ഇത് ലൈനുണ്ടോ പെരയപ്പ് ചെയ്താൽ ആ സവാസർ ഇനി എന്താ കൊട്ടേഷൻ ഒക്കെ ചെയ്തണോ? അത്രക്കൊന്നും വേണ്ട, ഡെക്കറേഷൻ ഒന്നും വേണ്ട, ഒരു ഡെക്കറേഷനും വേണ്ട. ബർത്ത്ഡേ ഇവിടെ വെറുതെ ഹാപ്പി ബർത്ത്ഡേ തീ കളി. എല്ലാത്തില്ലേ ആ അല്ലാത്ത ഓരങ്ങനെ വല്ലതും പറയും. ഞാൻ പേര് 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 മേത്തിരി വളക്ക് ഞാൻ എന്തെങ്കിലും ആ സാറും വേണം ലാസ്റ്റ്. അതിൽ പി എച്ച് ഡി എടുത്ത ആളാ. ചുവന്നും പച്ചയുള്ള കത്തി വന്നു. അതൊന്നുമില്ല, എടുത്തരില്ല എടുത്തരില്ല. അതെ അടുത്തല്ലോ കിട്ടും. ഞങ്ങൾക്ക് പെണ്ണ് കിട്ടോ? കിട്ടിയാലോ അതപ്പോ അത് ഒപ്പിട്ടുണ്ട്. തൊപ്പിട്ട പെണ്ണിട്ടോ ഇതല്ല ഇത് ഒപ്പി ആസിഫിൽ ചെന്നാ മോനിട്ടിയോ. ആ പൈസ എടുക്കേ. എത്ര ഹാപ്പി ബർത്ത്ഡേ ചെയ്യേ? എത്രയാണ് ബില്ല്? 550. 550. അമ്പത്തഞ്ച് 55 ഉണ്ടല്ലോ കേട്ടോ ഉള്ളത്. എന്തിന്റെ വില നോക്കണ്ടേ? ചെറിയാൻ പാടില്ല. ഓ അതിന് പൈസ എടുത്തു. അതിന്റെ അതിർപ്പാണ് ഇപ്പൊ. ശരി മമ്മൂട്ടി വരെ നന്ദിന്റെ പൈസ ആന്ന് എന്താ വെച്ച് തരുന്ന വാങ്ങണം, വെച്ച് തരുന്ന വാങ്ങണം. ഇല്ല വാട്ടർ ലെവൽ നോക്കണം പറഞ്ഞേ. വാട്ടർ ലെവൽ ഓനാണ് വാട്ടർ ലെവൽ. നടക്ക് പോവാഞ്ഞി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. എന്താണ് കേക്ക്? ആൾക്കാരെ കണ്ടാൽ തെറ്റി തിരക്കും. ഞങ്ങൾ തൊപ്പിട്ടാണ്ട് കേക്ക് കൊണ്ടുപോകണം. നമുക്ക് നമ്മളെ മനസ്സിലുണ്ടായാൽ നമ്മളെ മനസ്സിലാക്കി ആൾക്കാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രശ്നം ലാലേട്ടൻ മേനാണ്. ഇരുപത്തിയാം തീയതി എമ്പുരാറങ്ങണ്ടോ ലാലേട്ടന്റെ പടം കാണാൻ വേണ്ടി ചെരിഞ്ഞാണ് ഇപ്പൊ തന്നെ. എന്ത് കേക്ക് വാങ്ങി ബാസ് ഇട്ട് നടന്നേരുന്നുണ്ട്. എന്താണ് അടുത്ത പ്രാവശ്യം നമുക്ക് വാങ്ങുമ്പോ ഫ്രിഡ്ജിലുള്ള വണ്ടിയാണ് കേട്ടോ. ചെറിയ കൂളന്റെ ഇതിൽ വെച്ചാ ഡാഷിൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ തണുപ്പുണ്ടാവും. അടുത്ത വണ്ടി ഉണ്ടാക്കുന്നവരോട് പറയാം ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയൊരു കേക്ക്, ചെറിയൊരു പെപ്സി, ചെറിയൊരു കോള, പിന്നെ വർത്താണ്ട് 2 ഐസും കട്ട ഇങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു കൂളർ ഉണ്ടാക്കി ബാക്കിൽ വെച്ചാളന്നാ. മടിയിൽ വെക്കൂ, ഷിബില് മടിയിൽ വെക്കൂ. ആടോ കട്ടച്ചോ
അരക്കിലോന്റെ കേക്കൊക്കെ ആണ് ഇപ്പൊ കാട്ടുന്നത്. ചെക്കടാ, വലിയ ചെക്ക്. ഓ മൈ ഗോഡ്, എത്രയൊക്കെ പൈസ അമൗണ്ട് ഇല്ല, ബ്ലാങ്ക് ആണല്ലോ. ബ്ലാങ്ക് ചെക്കണ എത്ര എഴുതിയെടുക്കാം? മാണ്ടിക്ക് എഴുതാ. കളിന്റെ ആണ്. അല്ല ഇത് കേക്ക് ഇതാവൂലല്ലോ. ഏതാവില്ലല്ലോ. ആ മേലെ വെക്കുള്ളവരെ നമ്മള് ഉള്ളില് വെക്കുന്നതാണോ? തൂക്കിക്കണോ? തൂക്കിയ പിന്നെ സീനില്ല. മതിയടാ പോലെ ഇളകുവെന്നാണ് പുള്ളി സംശയമായി. അപ്പൊ ഈ വണ്ടി കയറിയല്ലേ? അപ്പൊ ഞങ്ങള് എടക്കരാന്ന് കേക്ക് വാങ്ങിയിട്ട് ഞങ്ങള് എടുക്കാൻ നമ്മളെ ഓട്ടോറിക്ഷ ഞങ്ങൾ എന്തായിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് ഞങ്ങള് യാത്ര പിന്നെയും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്രയിലൂടെ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ആസിഫ് അലി സാക്കർ. വേറെ ആരും ഇതുവരായിട്ട് സഹായിച്ചിട്ടില്ല. പിന്നെ പയ്യൻ ഡ്രൈവർ വണ്ടി ഓട്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. രണ്ടുപേരെ ഞങ്ങളിവിടെ വണ്ടിയിൽ കുത്തിർന്ന് സഹകരിക്കുന്നു. ഇതാണ് ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നല്ല കുട്ടിയായിട്ടുണ്ട്. സോലിയായ മുസ്താഖായിട്ടുണ്ട്. സോലിയായ മുസ്താഖ്, അങ്ങനെയാണ് എന്റെ പേര്. പോരളിയാ, ഇത് പോരാ. പേരിലല്ല, എല്ലാത്തിലും ഉണ്ട്. കമ്മിറ്റി എന്താ അറിയോ? എന്തേലും അറിയോ? മലയെ വേണ്ട, മല എടുത്ത അടിയിട്ടു ചിലപ്പോ. ഈ മലയത്തുമ്മ ഇതുണ്ട്, കാശ്മീറുണ്ട്. അപ്പൊ നമ്മൾ യാത്ര പുറപ്പെടുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കണം. മഞ്ഞുണ്ടോ ചോക്ക്? ഇവിടെ വൈകുന്നേരം നാട്ടില് 12. ഇത് ഉള്ളിൽ റെഡാ? ഇത് റെഡാണ്. മറ്റേയില്ല. അതങ്ങനെ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യട്ടോ? മഞ്ഞക്കാലുണ്ടാവും. നോർമല് നമ്മുടെ നാട്ടില് 14 14-12 ഞങ്ങളിപ്പോ കട്ടിൽ എങ്ങനെ ആക്കിയിട്ടുണ്ട്? കട്ടില് ചേർച്ചാണ്. ഒന്നാദ്യോ അത് റെഡാണോ? മഞ്ഞ അതിനടുത്ത ഒക്കെ മൂഞ്ചും. സാക്കരെടുത്തോ? എടുത്താ ഇച്ചെടുക്കാറിയാം. ഇതെങ്ങനുണ്ട്? ബത്തച്ചല്ലേ? ബത്തച്ച ഒക്കെ റെഡാണ്. മുറിച്ചു നോക്കേണ്ടി വരുമോ? അവിടെ അടുത്ത ആൾക്കത് പറ്റുന്നതില്ലേ? ആ നിങ്ങള് ദേവാലയം പോവാ. ദേവര മുസ്തു ഡീലാണ്, ബിസിനസ് ഡീൽ. അത് വാങ്ങിക്കളി. ഇതാലോചിക്കണോ?
കട്ടില മാത്രം ഇത് കളർ മാറുമ്പോൾ കട്ടില മാത്രം തേക്കൊക്കെ വരണ്ടല്ലോ വെച്ചിട്ട് യെസ് കളർ മാറേണ്ട കഴിച്ചു. ഞാൻ സെലക്ട് ചെയ്തു മൂഞ്ചി. ഇതെന്ത് ഇങ്ങനെ പച്ച മഞ്ഞ് മിക്സ് ആയിക്കണം? ശരിക്കും ഇത് പച്ചയാണോ മഞ്ഞ? പച്ചക്കല്ലേ? തൊപ്പിയോടെ പള്ളി എത്തിയപ്പോ തൊപ്പി വല്ലാണ്ടേ എന്റെ ഈമാന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ടായോ? സുന്നത്ത് നമ്മൾ ഇട്ടാല് വേറെല്ലാവർക്കും കൊടുക്കാം. അപ്പൊ ഇച്ചിങ്ങോട്ടും ഓനും കിട്ടും, തൈരിട്ടും പിന്നെ എല്ലാവർക്കും കിട്ടും. പള്ളി പോരും. ഒരൊറ്റ വെട്ട് സാധനം പീസ് എങ്ങനെ സാധനം പീസ് പീസ് ഒറ്റ വെട്ടിന് എന്റെ കൈ കൊണ്ട് ഒറ്റ വെട്ട് പൊട്ടും. എല്ലാ സാധനം വെട്ടി തരണോ? സാധനം എടുക്ക്, സാധനം എടുക്ക്. വേണ്ട ഇപ്പഴത്തെ ഇപ്പൊ തിന്നുവോ? ഞാൻ ഇപ്പൊ തിന്നില്ല. ആരാ സെഡ് ഇടാതെ കുളിച്ചണേ? ആ കുട്ടികളെ സെറ്റിടാ കുളിച്ചത് ഉപ്പന്. ഞാൻ കുളിച്ച കാലം എല്ലാം എന്താ കാലം? പിന്നെ കാലം വികാരങ്ങൾ കൂടുന്ന കുട്ടികളിലേക്കൊന്നും ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലാണ് ഈ പയ്യാനെ കൊണ്ടാൻ. കാട്ടി ഞാൻ സെഡിട്ട് കുളിച്ചെന്ന് പറഞ്ഞ അല്ലാതെ ഞാൻ ഓന്റെ കൊണ്ടുനോക്കിയാണ്ട് കിട്ടി സാധനം കിട്ടിയണോ? സാധനം കിട്ടണ്ട് ഇതില് എല്ലാം കിട്ടണ്ട്. ഇപ്പൊ സിബിലെ ഇപ്പൊ എല്ലാം ക്യാമറയിലാണ്. ഇപ്പൊ ക്യാമറ ഉണ്ട് എല്ലായിടത്തും പറഞ്ഞില്ലേ? മറ്റേ എന്റെ വീഡിയോ എല്ലാം ഉണ്ടില്ല കനാലിൽ കൂടെ പോകുമ്പോ ഇപ്പൊ എൻബിഡി ഉണ്ടായതുകൊണ്ട് അവരൊന്നും പറയില്ലായിരുന്നില്ലേ? ആ മറ്റേ ഞാൻ എത്തണേ ഞാൻ പല്ലോ കനാൽ ടീംസ് അല്ല വേറെ ചങ്ങ ഞാൻ അപ്പിളോ ആ ഒരു അങ്ങനത്തെ ഒരു ചങ്ങായി എപ്പോഴും നിസ്കരിച്ചിട്ടുണ്ടാവും. എടാ ചാക്രിക്ക എന്താ ഡൗൺ ആയിയേ? എന്താണ് ചാക്രിക്ക ഡൗൺ ആയി പോയാ? ചാക്രിക്ക ഞമ്മള് തളരൂല അങ്ങനെ പറയാ. എത്ര വരാത്ത പോളിയൊക്കെ എന്താ ഇവിടെ എന്തുണ്ടാ നിന്നപ്പോൾ ഗാലക്സി എത്തി. ഗാലക്സി ഹോട്ടൽ ഗാലക്സി. ആ എന്റെ ബോസ് അല്ല എന്റെ ബോസ് എന്റെ പാർട്ണർ. സാധനം വാങ്ങേ. മൂപ്പര് വിളിച്ചിനോ? മൂപ്പര് തരണ എന്നോട് സ്നാക്സ് അവിടെ ഉണ്ടായി കടേ. മൂപ്പര് കട ഒഴിവാക്കല. മൂപ്പര പറ്റിച്ചിക്കാണ് അന്തോളന്മാര് മാപ്പി അങ്ങനെയാണ്. മറ്റേ കടകളുണ്ടല്ലോ ആ അതുപോലെ അന്തോളന്മാര് മാപ്പയും കയ്യേറിയിട്ടാണ് നമ്മളെ കൈ കാണിച്ചു. അതൊക്കെ മൊബൈൽ നമ്പർ 80890306. എവിടുന്നാ വരുന്നത്? മലപ്പുറം. എങ്ങോട്ടാ പോകുന്നത്? ദേവാല. ഇവിടെ നിന്നല്ലേ നമ്മളന്ന് റിട്ടേൺ വന്നപ്പോ മിഥുലാജ് കഥ അറിഞ്ഞിട്ട്
ഫസ്റ്റ് എന്താ പറഞ്ഞേ? ബിലാല്. പേരെന്താ? ബിലാൽ. റയ്യാൻ. അങ്ങനെ ബിലാൽ ഇറങ്ങാണ് guys. അതില് പൊടി ഉണ്ട് കേട്ടോ കമ്മട്ടിക്ക്. റെസ്റ്റോറന്റ് ഇവിടെ ഇഫ്താർ കോമ്പൗണ്ട് ഇവിടെ സ്നാക്സ് ഉണ്ടാവും. അവിടെ സ്നാക്സ് ഉണ്ട്. ഇഫ്താർ കോമ്പോ എഴുതി വെച്ചോണ്ട് അവിടെ ഇനി ഇവിടെ ഇട്ടാ റേറ്റ് ആണേ. അതന്നെ പറഞ്ഞ ഇവിടെ റേറ്റ് നോക്കിട്ട് ഞാൻ സാധനം കിട്ടണ്ടേ. തിരിച്ചോളാ. തിരിച്ചല്ലേ തിരിച്ചാണല്ലേ വണ്ടി. അങ്ങനെ സ്റ്റിയറിംഗ് അതിനല്ലേ വെച്ചിക്കണേ? തിരിച്ചോളാ. ആ തിരിച്ചോളാ. അത് ലോറി ലൈലാൻഡ് അല്ല. ഞാൻ മുജ്ജാണ് ഇന്റെ പേര് ഞാൻ മാറ്റി പറഞ്ഞ പറ്റിച്ചതാണ്. ഇവിടെ മുമ്പിൽ വണ്ടിയില്ല കോമ്പോ ഇഫ്താർ കോമ്പോ സ്നാക്സ് ചോദിച്ചു നോക്ക്. അവിടെ ചോദിച്ചാ അയാളോട് സ്നാക്സ് ഉണ്ടോ? എന്താണെന്നുണ്ടെങ്കിൽ ഓരോ പാർക്കിംഗ് കാറുണ്ടേ. വേറെ വഴിയില്ല കുട്ടാ. ഇവിടെ പഞ്ചായത്തിന്റെ സ്റ്റിക്ക് ഞാനെടുത്താ ഇറങ്ങട്ടെ. മെയിൻ ബോസ് വരണം. ബോസ് ഡോറെടുക്കും പോണ കൊയിന്താട്ടുണ്ട്. ഞാനൊരു പോട്ടുണ്ട്. ഇതെല്ലാരും ഇറങ്ങിയിട്ട് ഇജ്ജ് മാത്രം ഇറങ്ങാക്ക. ഇത് പണ്ട് ചേരം അവിടുത്തെ മേക്കിങ്ങിലേറും. ഷിബിൽ എന്താ വേണ്ടേ എനിക്ക്? അതോ സാൻഡ്വിച്ച് ആ വേണ്ടിയേ? ഷിബില് അതാണോ? ആ വണ്ടി കച്ചല്ല ഡിക്കിൽ വെച്ചാലില്ല. സോനൂച്ചാവും. അജ്മൽ ഇതൊക്കെ കാണുന്നു. അനക്കാ വേണ്ടേ? മുന്തിരി പച്ചമുന്തിരി വാങ്ങിയാൽ മതിയല്ലേ? ആ നമ്മള് പോണ ബൈക്കലുണ്ടാവും മുന്തിരി. ഇവിടുന്ന് സാധനം ഇറങ്ങണേ. രണ്ടാളെ വന്നിട്ടും അല്ലേ? ഇവിടെ ആകുമ്പോ ഹോൾസെയിൽ കിട്ടൂലേ? കിട്ടൂലേ? ഞാൻ B2B ആണ്. ശിബിലേ ഞാൻ B2B ആണ്. ഒരു പീസിന് 2 കൂടാണ് പോയിപ്പല്ലേ 30 റുപ്യാണ്. ഇതിന്റെ അല്ല പറഞ്ഞ ഞാൻ ഫ്രൂട്ട്സിന്റെ 2 റുപ്യ കൂടുന്ന പറഞ്ഞ പോട്ടാ. അതല്ലേ പറഞ്ഞേ. ഇത് കടലക്ക് 30 റുപ്യ. ഫ്രൂട്ട്സിന്റെ അവസ്ഥ ഇവിടെ തന്നെ. അല്ല നമുക്കൊരു 20 റുപ്യക്ക് വരെ മാക്സിമം പോവാ. ചൂട്ടി വെക്കണോ? അത് കിട്ടുന്നില്ല. ഇത് വലിയ ഹോട്ടലല്ലേ? ഇവിടെ റേറ്റ് ഉണ്ടാകും. റേറ്റ് ഫുള്ള് കേറിയിട്ടൊന്നുമില്ല. എടാ ഈ ഇല്ല ഈ ചാകില്ല. ഓ അങ്ങോട്ട് വരാനേ അടി പോല. ഓക്കെ ഞങ്ങള് 10 വാങ്ങിയാണ്. ഓക്കെ പിന്നെ പറപ്പിച്ചു പാപ്പ. ഇതവിടെ എത്തിയോ? തുറക്കണ്ടേ? ഓക്കെ ഞാൻ നോക്കട്ടെ. എന്നെ വായിക്കുണ്ടെങ്കിൽ വാങ്ങാം. ഓക്കെ ഓക്കെ ഓക്കെ
₹2 കൂമാർ ₹2 ഫ്രൂട്ട്സിന് ₹2 കൂടുള്ളൂ എന്ന് പറഞ്ഞേ. അപ്പൊ സ്നാക്സോ? സ്നാക്സിന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഫ്രൂട്ട്സിന്റെ സ്നാക്സിന്റെ അല്ല പറഞ്ഞത്, ഫ്രൂട്ട്സിന് ₹2 കൂടുന്ന പറഞ്ഞേ. അതല്ലേ, അത് റെസ്റ്റോറന്റ് വലിയ കട അല്ലേ, അപ്പൊ അങ്ങനെയല്ല ഓൽക്കുള്ള വലിയ റേറ്റ് ഓൽത്തിടും. അതിമനോഹരമായ നാടാണ് നീലഗിരി നാടാണ്, അതിസുന്ദരമായ സുന്ദരമായ വളവുകളാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. പൊന്നാര സഹോദരിമാര്, വത്തക്ക വരുന്നു, വത്തക്ക വരുന്നു, ഇറാനി വത്തക്ക വരുന്നു. നമ്മളെ കേക്ക് ബേക്കിലുണ്ടോ? കവറിലുണ്ട് കേക്ക്. ഇവിടെ വത്തക്ക അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് ചാടിക്കളിക്കുന്നു. എന്താണ് പറയുക? മഞ്ഞ വത്തക്കേ, നീ അടങ്ങി നിൽക്കൂ. നിന്റെ വികാരങ്ങൾ നീ അവിടെ അടക്കി പിടിക്കുക. ചാക്കിരിക്ക തളർന്നു പോയിട്ടുണ്ട്. ചാക്കിരിക്കാന്റെ താടിയാണ് നമ്മളെ ക്യാമറയിൽ ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. താടി, എന്റെ താടി എന്ന് പറഞ്ഞാൽ അത്രയും ഇതുള്ളതാണ്, ഫാൻസ് ഉള്ള താടിയാണ്. സാക്കിറിന്റെ താടി ഫാൻസ് ഉള്ള വീഡിയോ എന്റെ വീഡിയോ നടക്കാം, എന്റെ വീഡിയോ നടക്കാം, എന്റെ വീഡിയോ നടക്കാം. എന്റെ ബാക്കിൽ എന്താക്കണേ? لا إله إلا الله استغفر الله سلك الجنة وأعوذ بك من النار آمين لا إله إلا الله استغفر الله سلك الجنة وأعوذ بك من النار من النار وأدخل الجنة يا رب العالمين اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم اتقني من النار وادخل الجنة يا رب العالمين മറ്റോ ചെയ്യുന്ന കണ്ടന്റ് ഉണ്ട്. ഇതൊക്കെ ചെല്ലിട്ട് അവിടെ കുട്ടിങ്ങനെ പോകുമ്പോ ഈ ബത്തക്കത്തെ ബാക്കിൽ ആടി കളിച്ചണേ. സുഖായില്ലേ? രണ്ടണ്ടി ആടി കളിച്ചിട്ടുണ്ട് ഉസ്താക്കെ. क्या boy क्या बोलो है शहर रमजान क्या boy അല്ല മോനെ, ഇതൊക്കെ കാടുണ്ട്. എന്നിട്ട് ഇന്നലെ ഫലസ്തീനെ പറ്റി എന്തൊക്കെ പറഞ്ഞില്ല. എന്നിട്ട് പോയി ഷർട്ട് കൊടുത്തണല്ലോ. എന്തിനാണ് പോയി പറ്റി? തളിവോ? ആ കുട്ട കളിച്ചാ ആ വീഡിയോ അയച്ചാ പറഞ്ഞ തളി ഇപ്പഴ അതൊന്നും ഇവിടെ കമ്മറ്റി അറിയില്ല. പോയി നോക്കിയോ ഇല്ലേ? പോയി നോക്കിയോ ഇല്ലേ? നീ മരിച്ചു പോകുന്നതാണ് എന്റെ എടാ മോനെ, എന്താ രസമല്ല കാണാന്. ഒന്നും ഉണ്ടാകണി പയ്യാനെ ഇത് അങ്ങോട്ടേ സങ്കരാക്കണ്ട കേട്ടോ, ജമ്മാക്കണ്ട കേട്ടോ. ഇതെടുത്ത ഞാൻ കണ്ടും ചെയ്തോളൂ, ഞാൻ കമന്റ് അടിച്ചും ചെയ്തോളൂ. മനസ്സിലായില്ലേ? ഇവിടുന്നല്ലേ ഞാനെന്നെ കണ്ടീന, നമ്മളിവിടുന്ന് ഞാനെ കണ്ടീന. ആന നമ്മളെ മൈസൂര് പോയി ഞാൻ കണ്ടീന ഇവിടുന്നല്ലേ വളർന്നല്ലേ. കേക്ക് മല പിടിച്ച് കേക്ക് മല കണ്ട പൂങ്കാറ്റ് ആട്ടെങ്ങനെ നിക്ക്. ഇനി ഇവിടുന്ന് ആടിയാൽ അടി കിട്ടും, പറഞ്ഞുതരാം. ഒന്നത്തിന് എന്തൊക്കെയാ മുസ്തു കാട്ടണ്. പാവം വത്തക്ക ജനിക്കണ്ടില്ലേനു. എന്നെ ഏതായാലും കൊല്ലാൻ കൊണ്ടുപോവാ. എന്തൊരു ക്രൂരനാണ് ഇദ്ദേഹം. എന്റെ മുതലാളി ഒരു ചെറ്റിയാണ്. കുറച്ചോനെ ആ അവിടെ സേഫ് ആയിക്കോണു, സേഫ് ആയിക്കോണു. ഇങ്ങക്കൊന്നും തോന്നാത്തത് മുസ്താഖിന് തോന്നി. ഇനി ഒരു ഒച്ചാൻ ഉണ്ടാക്കൂല ഒന്നും. ബത്തക്കനെ ഞാൻ
സേഫ് ആക്കി വെച്ചു. അടിച്ച് സെറ്റാക്കി 3 കൊടുത്താണ് സെറ്റാക്കി വെച്ചോ അവിടെ. അടങ്ങി നിക്കളാ നല്ല പുല്ലായിരുന്നില്ലേ പഠിച്ചോനെ. ഇതൊക്കെ ഉണങ്ങിയില്ലേ. അപ്പൊ ഞങ്ങള് കൊറേ ദൂരങ്ങൾ താണ്ടി ഒരു 100 കിലോമീറ്ററുകൾ താണ്ടി ഞങ്ങളുടെ സബാദിക്കാന്റെ ഇതാണ് നീലക്കുണ്ട്. എന്റെ പടച്ച തമ്പുരാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ കൊണ്ടുണ്ടായി ഞങ്ങളെ തല അവിടെയും ഇവിടേക്ക് മുട്ടൂലേ. ഇവിടെ ഇങ്ങനെ ഷോർട്ട് ആവണ്ട റോഡ്. ഉണ്ണാക്കനെ വിളിച്ചേ, ഉണ്ണാക്കൻ വിളിച്ചോണ്ടോ. നമ്മളിതാ നാട് കാണിച്ചോ. ഞങ്ങള് നാട് കാണി ചുരം കയറി 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 പകുതിയിലേറെ കയറി 100 കിലോമീറ്റർ ഓടി. ഉറങ്ങാതെക്കാൻ വേണ്ടി പലതും ചെയ്തു. എന്നാലോ സാക്കർക്ക് എന്നാലും ഉറങ്ങാം. എന്താ ചെയ്യാ ഇങ്ങനെയൊക്കെ. പ്രകൃതി ഊട്ടിക്കൊണ്ടിരിക്കണോ. ആ സിബല് വിടണ്ടേ, സിബല് വിടണ്ടോ. അതാണ് ഞങ്ങള് ശാക്കര ചേരിയാണ്ട് താടിയൊക്കെ ഞങ്ങൾക്ക് ഇടക്കിടക്ക് ഞങ്ങൾക്ക് ഈ ഇടക്കിടക്ക് താടിയുമ്പലേ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇങ്ങനെ നീട്ടേണ്ടി വരും ഇടക്കിടക്ക്. നമ്മള് ചെറുക്കനാണ്. നമ്മള് മൊത്തം മണി കരളന്റെ കഷ്ടം തൊടിപ്പ് ഹൃദയത്തിന്റെ സാക്കറിന്റെ താടി ഫുള്ള് മുളൈ നാട് കാണി മുളൈകൾ. പ്രൊനൗൺസിയേഷൻ മാറില്ലേ. ഇവനൊക്കെ എന്തൊരു നെഗറ്റീവാണ്. എന്താണ് ഞാനാണ് ചവിട്ടി മരിച്ചിക്കണൊക്കെ. 2 നെഗറ്റീവ് കൂടുമ്പോഴാണ് പോസിറ്റീവ്. എടാ ഇത് ഗുണിക്കലല്ല ട്ടോ മോനെ. എന്തൊക്കെയാ പറയണേ നമുക്ക്. ഈ ബല് പലതും പറയാൻ നിങ്ങൾ മെയിൻ ചെയ്യണ്ട. ഒന്നും മെയിൻ മുംബൈന്നോ മുംബൈന്ന് വിളിച്ചു. ആ ഇത് ബാങ്ക് IDFI ബാങ്ക് എന്നാണ് അടുത്ത. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഹലോ वालेकुम अस्सलाम. या मनीषा टेल मी. आईडीबीआई बैंक में आपकी रिक्वेस्ट रिसीव हुई है ऑनलाइन थ्रू सेविंग अकाउंट ओपनिंग के लिए. तो क्या ये सही समय होगा आपसे बात करने के लिए सर? या कैन यू प्लीज स्पीक इन इंग्लिश? Yes sir. Yes. We have received a request online through for saving account. So this is the right time to speaking with you. Yes, right. Tell me. Okay. So may I know your age sir? 25. Hello? 25. 25 years. Yes. Okay. So may I know your state? Which state belongs Kerala. to you? Kerala. Okay. Huh? Yes. Okay. Let's be online. Okay. Okay, in Kerala, may I know your nearest area pin code, sir? Which branch is nearest to you? May I know your area pin code? 67 6517. 67 6517. 517. 67 6517. Can you please repeat again? 67 Yes, 6517. yes. 6517. Okay. So 676517. There is not one branch in this pin code location. 676517. My name is Malapuram. This branch is nearest to you. Mancheri. മലപ്പുറത്തോണ്ട് മഞ്ചേരി Okay, Mancheri branch is nearest to you. Yes. Okay, please be online. Okay. ഞാൻ പറഞ്ഞു. അന്റെ കടക്കാന്റെ കഥ പറയണ്ട. ഹലോ. Mancheri. Yes. മഞ്ചേരി. Okay, sir. So there is not branch, sir, in Mancheri location. There is an IDBI bank in Manjeri. Sorry? Which bank you are calling from? I'm calling from IDBI Bank, sir. There is a branch. Maharashtra Belapur branch. Yeah. Okay. There is a branch in Manjeri. Mancheri. Yes. There is a May I branch. know? Hello? Yes. 6761 6123. 6123. 612. According your account will be open amount 5,000. Okay? Okay. റേഞ്ച് പോയി വന്നിട്ടുണ്ട് കേട്ടോ. കട 5000 പറഞ്ഞില്ലേ. गाड़ी चलो चोरम है ബാക്കി മുസ്താഖ് നാളെ പറഞ്ഞു. रेंज इल्ला है. കട്ടാക്കി. നമ്മുടെ തൊട്ട് പിറകിൽ ഒരു KSRTC ഉണ്ട്. ആവേശകരമായ മത്സരത്തിൽ KSRTC മത്സരത്തിൽ ആവേശകരമായ മത്സരത്തിൽ 5 മുന്നിലെത്തിയിരിക്കുന്നു.
ഇതാ KSRTC. ഇതാ തൊട്ടു. മലബാർ മുന്നോട്ട് സഞ്ചരിച്ചിരിക്കുന്നു. പിടിച്ച KSRTC റെക്കോർഡ് ചെയ്താ. ഹലോ, KSRTC. can you hear me now? Yes, sir, I can hear you. Actually, I'm traveling. That's why the call is disconnected. I'm sorry for the trouble. Okay, sir. So, we are now we must talk about saving account related. Yes. The call was disconnected, sir. Yeah, I got it. Confirm that ആസിഫലിക്ക നിങ്ങളെ കൈ പോയായിരുന്നു. നിങ്ങളെ കൈ പോയില്ല? എവിടെ വേദനിക്കുന്നുണ്ടോ? ആസിഫലിക്ക എന്താണ്? TN10 മലപ്പുറം തമിഴ്നാട്ടത്തെ മലപ്പുറത്ത് തമിഴ്നാട് തമിഴ്നാട്ടിൽ മലപ്പുറം. ഇവിടുത്തെ പള്ളിയിലൊക്കെ എന്താ അവസ്ഥ പോലെ ഫുഡും കാര്യങ്ങളൊക്കെ? ആ കൊരങ്ങ് ആടുണ്ട്. കൊരങ്ങ നിന്റെ ചിങ്ങാരം ഇതുകൊണ്ട് മലബാർ പോണതാ. അപ്പൊ ഞങ്ങളിതാ മുന്നോട്ട് സഞ്ചരിക്കുന്നത് മലബാർ ഗൂഡല്ലൂര് കോയ് ഹായ് ഷാക്കിർക്ക. കിട്ടിയോ? എന്റെ മോനസ്കറല്ലേ Dangerous. കോയാമോന്റെ Accident മകനാണ് prone zone. Go slow. ഏതാ പോലെ കൊണ്ട് റോട്ടിലെ കൊണ്ട് വണ്ടി ചരിഞ്ഞു സൈഡിൽ പെട്ടെന്ന് കയറ്റി. അവിടുന്ന് ലോറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വണ്ടി ഇവിടെ നിൽക്കുന്നത്. അതിന്റെ പേരെത്താ ബിസ്മ ബിസ്മി മീനില്ല. മീമില്ലേ പിന്നെ ബിസ്മ ഒന്ന് ബിസ്സാണ് ബിസ്. ഇതിലെ കിട്ടൂലേ മറ്റേ സാധനം? എടാ ഇതില്ല. ആ നമ്പർ എത്രയാണ്? ശിവലേക്ക് കഴിഞ്ഞുണ്ടോ? 1685 വീഡിയോ സൂം ചെയ്തിരിക്കും. കൂടല്ലൂര് RPC 914 PMN പെരിന്തൽമണ്ണ ഡിപ്പോന്റെ വണ്ടിയാണ്. നമ്മളൊന്ന് നോക്കും. ഇവിടെ എപ്പോഴും വാങ്ങി കൊടുക്കണോ? ചോദിക്കുക. ഇവിടെ മലമുകളായതുകൊണ്ട് സൂര്യൻ വൈകിയ ഭാരത് ബെൻസ് നേരത്തെ നമ്മള് നോമ്പ് 5:45 നോമ്പ് തുറക്കാന്ന് പറയണപ്പോ സൂര്യൻ വൈകി പോയ നേരത്തെ നോമ്പിക്കണം. നോമ്പ് വലിക്കണമെന്നോ? സൂര്യൻ നേരത്തെ സൂര്യൻ നേരം വൈകി പോയി. ഒന്നുമില്ല പേടിക്കണ്ട. എടാ സി ടൈപ്പ് ഒന്ന് ചാർജ് ചെയ്യണം. ചാർജ് ഫൈന 19 18 17 16 ഇന്ന് എടാ 14 അല്ല നമ്മള് എപ്പോഴാ പേരേക്ക് തിരിച്ചെത്താവൂലേ? നമ്മൾ കൊടുക്ക യാത്ര തിരിക്കുമ്പോ തിരിച്ചെത്തണ സമയമല്ല ആലോചിക്കട്ടെ. നമ്മള് യാത്രക്ക് ഡെസ്റ്റിനേഷൻ എപ്പോഴും അരുണേട്ടൻ നമ്മളാളാ അപ്പൊട്ടൻ തേങ്ങട്ടും സാവിത്രി കട്ടുണ്ടോയി കുട്ടേട്ടൻ തേങ്ങട്ടും നമ്മളെ കുട്ടാപ്പ് കട്ടുണ്ടോയി. ഏത് നമ്മളിട്ടപ്പോ എന്താ ചെയ്യാ? ഭൂമി ഉരുണ്ടിട്ട് എല്ലാവർക്കും ഒന്നും ചെയ്യാം. അതെ. പക്ഷേ വേറൊരു സംഗതി ആർക്കും മനസ്സിലാവണ്ടല്ലേ.
അങ്ങനെ പറഞ്ഞോ? AJP നമ്മളെ ആളല്ലേ? AJP അബ്ദുൽ കലാം. അലൻ ജോസ് പെരേര. അതെ APJ യുടെ ചെങ്ങായി. ഓ റോഡ് ഉണ്ടാക്കി ഇവിടെ റെഡിയാക്കി. ഇതെന്താ വണ്ടർലാ റൈഡോ? എടാ അവിടെ മരം വീണു. മരം വെട്ടി നശിപ്പിക്കരുത്, മരം ഒരു വരം, മരം ഒരു വരം, മരം നമ്മുടെ വരം. ഒന്നാം ക്ലാസ് പഠിച്ചാ വേറെണ്ടപ്പോ ഒന്നാം ക്ലാസ്സിലാണ് ഓടിച്ചോ? ഒടിഞ്ഞു കൂത്തി തൂങ്ങിക്കണെന്ന് ആരാക്കിരുന്ന ഗ്യാപ്പിട്ടൊന്നു ഞാൻ ഗ്യാപ്പിട്ടില്ല. അത് പിടിച്ചാ ഈ ഗ്യാപ്പ് പൂങ്കൊയിലെ കൂട്ടത്തില് കല്ലുമത്തുറപ്പിച്ച പൂങ്കരള് കാവുമല കണ്ട 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 കാളിക്കാച്ചണ്ട് ഒരു കാലവണ്ടിക്കാരനോ കാലത്തിന്തോപ്പിൽ ഇന്നൽ കുളിരെ ചൂടായിക്കണ ഫോണെ. വാര്യംകുന്നത്തെന്ന ധീരശൂരരെ പച്ച വിരിച്ച് കുളിർമണം വീശുന്ന വള്ളുവ നാടിന്റെ മണ്ണിൽ വെള്ള പിശാചിന്റെ തോക്കിന്റെ മുന്നിൽ നെഞ്ചി വിരിച്ചൊരു ചെണ്ടി ചെണ്ടേ കാളിക്കാവിൽ ചെണ്ടേ ഒരു കാളവണ്ടിക്കാരനോ. അങ്ങനെയാണ് എന്റെ സംഗതികൾ വരുന്നത്. 1921 മലബാർ കലാപത്തിന്റെ സെർച്ച് ചെയ്യണ്ട് എടുക്കാൻ പറഞ്ഞോ ക്യാമറ. ഈ ബസ് ചോദിക്കണ്ടോ? ഈ പാസോ ഈ ബസ്സാണ് അവിടെ കയ്യാട്ടി കുതിരെ ഈ പാസ് ചോദിക്കാണത്. എടാ അതിന് ഇൻഷുറൻസ് വയ്ക്കണം കേട്ടോ. റിന്യൂ ഇൻഷുറൻസ് പാവപ്പെട്ടികള് നോക്കട്ടെ. അവിടെ ഉള്ളിവടുണ്ട്. ഉള്ളിവട ഉള്ളൂ, പഴംപൊരിയില്ല. പഴംപൊരിയൊക്കെ ഡേ കയറിയാൽ മതി. ഇതിപ്പോ ഇൻഷുറൻസിന്റെ പോർട്ടലിൽ കൊണ്ടുപോകണം. അവിടെ പെൻഡിങ് ഒന്നുമില്ല. ഇതില് പെയ്ഡ് ഇതിനില്ല. അശോക് ലേലാൻഡ് ലിമിറ്റഡ്, അശോക് വ്യൂ RC ഡീറ്റെയിൽസ്. എടാ പ്ലാസ്റ്റിക് കവറില്ലേ സീനാവോ? വിഷയാവോ പ്ലാസ്റ്റിക് കവർ? കവർ വിഷയാവും. കവർ എടുത്തിടാൻ പറ്റുമോ? താത്തികളാ ചോദിച്ചുമ്പോ പറയാം. ഇൻഷുറൻസ് എക്സ്പയർഡ് എന്ന് ഡേറ്റ് സർവീസ് ഹിസ്റ്ററി ആകട്ടെ. സർവീസ് ഹിസ്റ്ററി ആകട്ടെ. പാസ് ഒന്നും ചോദിച്ചിട്ട് പാസ് അവിടെ അടിയിലേ ചോദിക്കുള്ളൂ. നമുക്ക് എടുക്കാതെ ഇതൊന്നും കഴിഞ്ഞോട്ടെ. ഇൻഷുറൻസ് എക്സ്പയർഡ് 2020 എക്സ്പയർ ചെയ്യണം. 5 കൊല്ലായി. 5 കൊല്ലം ആവാനായി. എന്താ ചെയ്യാ? ഇൻഷുറൻസ് എക്സ്പയർ ആയി KSRTC വണ്ടിക്ക്. ഇറങ്ങണേ. ഞങ്ങൾ 500 പോയി, എന്നാലും കുഴപ്പമില്ല. ഇന്റെ പേഴ്സ് ഞാൻ നോക്കിയപ്പോ 500 രൂപേന്റെ നോട്ട് മാത്രം ഉള്ളതുകൊണ്ട് കഴിച്ചില്ല. അല്ലെങ്കിൽ 1000 കൊണ്ടേനി. ഞാൻ 1000 ഉണ്ടെന്ന് കരുതിന്. കഴിച്ചില്ല. പൈസ വിഷയമുള്ള കാര്യമില്ല. പക്ഷെ ഞങ്ങളെ സമയം അതായത് വളരെ അസഭ്യമായ രീതിയിലാണ് തമിഴ്നാട് പോലീസ് പെരുമാറുന്നത്. ലയിച്ചിട്ടാ സംസാരിക്കണം. എന്താ ഇതിനൊക്കെ പറയാ? അതായത് അവൻ തൊള്ളെടുത്താ അവന്റെ അടുത്ത് മാപ്പിട്ട് തുടങ്ങുന്ന അക്ഷരമൊക്കെ ഉള്ളൂ. ഓന് വേറെ ഒന്നും അറിയില്ല. അത് തമിഴന്മാരിതാണ് കൾച്ചറല്ലേ, ഓല അങ്ങനെ വിളിച്ചോളൂ. അത് തെറിയല്ല.
ഓല അങ്ങനെയാണ്. എന്താ ചെയ്യാ? ഓല എന്താ ഞാൻ പറയട്ടെ, ഇനിയിപ്പോ മുസ്താഖിന്റെ വേഷവിധാനാണോ പ്രശ്നം അന്ന് നമുക്കറിയില്ല. ഓൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് അറിയില്ല. അതായത് ഒരുത്തന് മാത്രമേ പ്രശ്നമുള്ളൂ. ഏതായാലും ആദ്യം 2000 പറഞ്ഞു, പോന്നപ്പോ 500 ആയി, പിന്നെ 1000 പറഞ്ഞു. പിന്നെ ഇവിടെ എത്തിയപ്പോ നമ്മളൊരു പോന്നപ്പോ 1000 ആയി. നമ്മൾ ഇവിടെ എത്തിയപ്പോ 500 ആക്കിയാണ്ട് കൊടുത്തു. അപ്പൊ ഓൻ പറഞ്ഞു ഞങ്ങളോട് പൈസ ഒന്നും ചോദിച്ചിട്ടില്ല. എന്താ പറയാനാ, കോടതിക്ക് ഞാൻ FIR ചെയ്തെന്നാ പറഞ്ഞേ. FIR ചെയ്താൽ എന്ത് തേങ്ങയാണ് ഇതിലല്ല എനിക്ക് മനസ്സിലാണില്ല. വിഷയം എന്താന്ന് പോലും കണ്ടില്ല. എന്ത് ഡാഷിനാണ് ഈ വീഡിയോ എടുത്തത്? ഇജ് ചെക്ക് പോസ്റ്റിൽ വന്ന് വീഡിയോ എടുക്കുവോ? എന്നോട് അജ് ആരോട് ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത്? ഇതൊക്കെയാണ് ചോദിക്കണത്. അത്രയും ഹാർഷായിട്ടാണ് പെരുമാറുന്നത്. ജനങ്ങളെ സേവിക്കേണ്ടവര് എന്താണ് ചെയ്യണത്? ജനങ്ങളെ ദ്രോഹിക്കാണ്. എന്താണ് ആരാനെ നെഞ്ചിത്തറിയില്ല. അങ്ങനെ പറഞ്ഞോ? കട്ടാനെ കിട്ടിയില്ലെങ്കിൽ കിട്ടാൻ മോശം അനുഭവം. അതും നോമ്പ് നോറ്റിക്കാണ്ടാണ് നിൽക്കണം. ആലോചിക്കണം. ബത്തക്കനെയും കുറ്റം പറഞ്ഞ് കൊറേ പാട്ടും പാടി വന്നു എന്നല്ലാതെ ലാസ്റ്റ് ഇവിടെ നേരെ കൊടുത്തോണ്ട് കാലടിച്ച മാതിരിയായി. 500 രൂപ പോയിച്ചോളൂ. 500 പോയാലും പ്രശ്നമില്ല. ഓൽക്ക് നമ്മൾ ടിപ്പ് കൊടുത്താണേ. ഓല് മദ്യം കഴിക്കാണ്. അല്ല ഓല അതുകൊണ്ട് മദ്യം കഴിക്കാണെന്ന് അറിയാം. നമ്മൾ മദ്യം കഴിക്കാൻ കൊടുത്തു എന്നല്ല പറഞ്ഞേ. ഓല അതുകൊണ്ട് മദ്യം കഴിക്കുന്നു. എന്താ റെസിപ്റ്റ് ഇട്ടില്ല. നമുക്ക് റെസിപ്റ്റ് തരില്ല. അത് ഇന്നെ കാണാത്ത ഞാൻ കറുത്തോ. എന്താ ചെയ്യാ? ഓൽക്കൊരു സ്നേഹ സമ്മാനം. ഏതായാലും ക്യാമറ എടുത്ത മക്കളെ 500 പോയി. ഒരു വ്ളോഗ് ചെയ്ത് 500 പോയി. ആ വീഡിയോ ക്ലിപ്പ് വളരെ 500 രൂപ വിലയുള്ള വീഡിയോ ക്ലിപ്പ്. അപ്പൊ നിങ്ങൾ എന്താട്ടണം, ഈ വീഡിയോ നിങ്ങൾ കാണുക. നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഒരു 16 രൂപ ഉണ്ടാക്കി തരാം. എന്നിട്ട് ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ ഈ 16 രൂപ ഞങ്ങളെ വീഡിയോ എടുത്താണ്ട് ഞങ്ങൾ 10000 ഉണ്ടാക്കി തരുന്നുണ്ട്. ഞങ്ങളവിടെ കൊണ്ടുപോയെടുക്കും. അല്ല ഈറ്റില്ലല്ലോ ഇതെന്താ? തീർച്ചയായും സത്യം ജയിക്കും.